അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ ചോറിനും പറ്റിയതാണ് കേട്ടോ. നല്ല പൈനാപ്പിൾ ഫിഷ് കറി പറഞ്ഞു തരാവേ. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ മധുരം വെച്ച് തുടങ്ങി, എന്നാൽ നല്ല പുളിയുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി വറ്റൽമുളക് ഇടുവാണേ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെളുത്തുള്ളി ചതച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പൊടികൾ ഇടുന്നതെന്ന് പറഞ്ഞു തരാം. ഇത് എരിവുള്ള മുളകായതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കാശ്മീരി മുളക് എടുക്കുക. അപ്പോൾ കറി നല്ല കുറുകി കിട്ടും. മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടെ കേട്ടോ. അത് ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടേ. ഈ മസാല എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുഴച്ച് നമ്മൾ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങളുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇനി നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പൈനാപ്പിൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഉപ്പും എരിവുമൊക്കെ നോക്കാനേ. കാരണം എരിവ് പൈനാപ്പിളിൽ പിടിക്കും. പൈനാപ്പിളിൻ്റെ പുളിയും മധുരമൊക്കെ കറിയിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ടേസ്റ്റ് എങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റിയെടുക്കാമല്ലോ. പുളിയോ ഉപ്പൊക്കെ കൂട്ടുകയോ ഒക്കെ ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. മാംസമുള്ള മീനാണ് ഇതിന് എപ്പോഴും ബെസ്റ്റ്. അപ്പവും പിന്നെ എന്താണ് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയാണ് എനിക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിയത് കേട്ടോ. ചോറിനും നന്നായിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കിത് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇതിന് മുന്നേ ഒരു യൂട്യൂബർ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.